ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് ഡി ബിയുടെ വയറിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൽ വരുന്ന എവിടെയാണ് എർത്ത് കൊടുക്കേണ്ടത്, ന്യൂട്രൽ കൊടുക്കേണ്ടത്, അതിൻ്റെ ഫേസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ 3 ഫേസ് ഡി ബി ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ ആണ് ജസ്റ്റ് കാണിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഒരു കബോർഡിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. ടി വിയുടെ ഏരിയയിൽ കബോർഡ് സിസ്റ്റം ചെയ്തിട്ട് കബോർഡ് സിസ്റ്റത്തിൻ്റെ അകത്താണ് 3 ഫേസ് ഡി ബി വെച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡി ബി നമ്മൾ അതായത് മൊത്തം കറണ്ട് പോകുന്ന സമയത്ത് ട്രിപ്പ് ആവുന്ന സമയത്ത് ഈ ഡി ബിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. 3 ഫേസ് ഡി ബി ആണ് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം 3 ഫേസ് ഡി ബിയിൽ വരുന്ന കംപ്ലീറ്റ് സർക്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ച മീറ്റർ ബോക്സിൽ നിന്ന് കേബിളാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്, 3 ഫേസിൻ്റെ കേബിൾ കൊടുക്കുന്നത്. പിന്നെ ഈ എർത്തിൻ്റെ കണക്ഷൻസാണ് ഈ സൈഡിൽ കാണുന്നത്. നിങ്ങളെ കാണുന്ന റാഡ് എർത്തിൻ്റെ കണക്ഷൻസ്, അതായത് നമ്മുടെ റൂമുകളിലേക്ക് പോയിരിക്കുന്ന കംപ്ലീറ്റ് സർക്യൂട്ടും കാര്യങ്ങളും എല്ലാത്തിൻ്റെ എർത്ത് റോഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 ന്യൂട്രൽ ബാറും കൊടുത്തിട്ടുണ്ട്, ന്യൂട്രൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി. കണ്ടോ, എല്ലാ സർക്യൂട്ടിൻ്റെയും എവിടേക്കൊക്കെ നമ്മൾ വലിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ ന്യൂട്രലുകളെല്ലാം തന്നെ ആ ലിങ്കിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, ന്യൂട്രൽ കൊടുക്കേണ്ടത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫേസുകളാണ്. ഈ ഫേസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എം സി ബികളിൽ ഏതൊക്കെയാണോ വേണ്ടത്, എം സി ബികൾ, മോട്ടറിൻ്റെ പവർ പ്ലഗുകൾ, സാധാരണ സ്വിച്ചുകൾ, ഇൻവെർട്ടറിൻ്റെ സപ്ലൈ, അതുപോലെ തന്നെ പവർ ഏരിയയിലേക്ക് വരുന്ന, കിച്ചൻ്റെ ഏരിയയിലേക്ക് വരുന്ന, ഈ ഏരിയയിലെല്ലാം തന്നെ വരുന്ന എം സി ബികളിലേക്ക് നമ്മൾ ആംബിയർ നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. 10ൻ്റെ ആംബിയർ, 6ൻ്റെ ആംബിയർ വരുന്ന എം സി ബികൾ, 16ൻ്റെ 20ൻ്റെ ആംബിയർ വരുന്ന എ സിയുടെയൊക്കെ വയറുകൾ വരുന്ന ആംബിയറുകൾ, ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യമേ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കണ്ടു, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അവിടെയാണ് നമ്മുടെ ഐസൊലേറ്ററും ഈ എൽ സി ബിയും വരുന്നത്. തൊട്ട് മുകളിലായിട്ട് സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്. സെലക്ടർ സ്വിച്ച് 3 സെലക്ടർ വരുന്നുണ്ട്, അതായത് 3 ഫേസ് കൺട്രോൾ ചെയ്യാൻ. ആ 3 ഫേസിൽ നിന്നും വരുന്ന 3 സ്റ്റെപ്പ് എം സി ബി സെക്ഷനിലേക്കാണ് കൊടുക്കുന്നത്. 6 വേ വരുന്ന 6 എം സി ബികൾ വയ്ക്കാൻ പറ്റുന്ന 6 വേ ഡി ബി ആണ്. അതുപോലെ തന്നെ 6 വൈ ബി എന്ന് പറയുന്ന 3 സെക്ഷനിലേക്കാണ് വരുന്നത്. ഈ 3 സെക്ഷനിലേക്ക് വരുന്ന എം സി ബികളിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വരുന്ന ഫേസ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എം സി ബികൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 3 എം സി ബികളും അതുപോലെ എം സി ബികളാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജിലാകുമ്പോൾ സമയത്ത് ഇതെല്ലാം തന്നെ എം സി ബി എല്ലാം സർക്യൂട്ട് എത്ര ടോട്ടൽ എത്ര സർക്യൂട്ട് ഉണ്ടോ അത്രയും എം സി ബികൾ നമ്മളെല്ലാം വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇൻവെർട്ടറിനും സെപ്പറേറ്റ്, ഇൻവെർട്ടറിന് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു എം സി ബി കൊടുക്കും, 16 ആംസിൻ്റെ ഒരു എം സി ബി കൊടുക്കും. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 16 ആംസിൻ്റെ എം സി ബി കൊടുക്കും. പവർ പ്ലഗിൻ്റെ ഒരു 16 ആംസിൻ്റെ എം സി ബികളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റൂം സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത് 10 ആംബിയറിൻ്റെ. കണ്ടോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ വി ഗാർഡിൻ്റെ എം സി ബി ആണ്, അത് 10 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 10 ആംബിയറാണ് ഉദ്ദേശിക്കുന്നത്. 10 ആംബിയറിൻ്റെ എം സി ബികളാണ് കൊടുക്കുന്നത്. ഈ എം സി ബികളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വീഡിയോ ഫുള്ളായതിനു ശേഷം, അതായത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച്, അതായത് എം സി ഐസൊലേറ്റർ, ഇ എൽ സി ബി കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷമുള്ള വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഡി ബിയുടെ ഉള്ളിനെ കുറിച്ച്, അതായത് 3 ഫേസ് ഡി ബിയിൽ വരുന്ന അത്യാവശ്യ കണക്ഷൻസ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.